ഹായ് ഹലോ എല്ലാവർക്കും ബട്ടർഫ്ലൈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പിള്ളേർക്ക് വൈകുന്നേരത്തേക്ക് പഴംപൊരി, നെയ്യിൽ വറുത്തെടുത്ത പഴംപൊരി കെട്ടണ്ട, നെയ്യിൽ വറുത്തെടുത്ത പഴംപൊരി ഉണ്ടാക്കാം. അതിനായിട്ട് നല്ല പഴുത്ത പഴം, നേന്ത്രപ്പഴം തൊലി കളഞ്ഞെടുക്കാം. നല്ല പഴുത്തായ കാരണം മധുരം ഉണ്ടാവും. എനിക്ക് നല്ല പഴുത്ത പഴത്തിട്ട് ഉണ്ടാക്കുന്നത് ഇഷ്ടം. അതിങ്ങനെ സ്ലൈസായിട്ട് അരിയാം. ഞാൻ ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഉണ്ടാക്കണ. അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി, ഒരു സ്പൂൺ പഞ്ചസാര, ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട്, പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടി വെള്ളത്തിലിട്ട് കുഴച്ച് അതിലേക്ക് പഴം സ്ലൈസായിട്ട് അരിഞ്ഞിട്ടു. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. അപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മിൽമയുടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ എല്ലാത്തിനും മിൽമയുടെ നെയ്യായിട്ട് എടുക്കാം. അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ചൂടായി വന്നതിന് ശേഷം നമുക്ക് പഴം ഓരോന്ന് പറക്കിയിട്ട് കൊടുക്കാം, മാവിൽ മുക്കിയത്. അപ്പം നമ്മുടെ മാവിൽ മുക്കിയ പഴം നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ പഴം ഓരോന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിക്കേണ്ടത് വേവട്ടെ. മുരിഞ്ഞ് നമുക്ക് അപ്പുറത്തേക്ക് മറിച്ചിടാം കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് ഈവനിങ് എന്താണെന്ന് പറയണേ. ചായക്ക് പലഹാരം പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വെക്കണ്ടേ, അതിനാണ്. ഇപ്പോൾ വരും രണ്ടാളും, അപ്പോഴേക്ക് റെഡിയാക്കി വെക്കണം. വിശന്നിട്ട് വരും. അമ്മ എന്തിട്ടുണ്ടാക്കിയെന്ന് ചോദിച്ചു വരും. അപ്പോഴേക്ക് നമുക്ക് ഉണ്ടാക്കി വെക്കണ്ടേ. പാട്ട് പാടാനൊന്നും അറിയില്ല, എന്നാലും രണ്ടുപേര് വെറുതെ മൂളിയാലോ. ഇതവിടെ കിടന്ന് വേവട്ടെ. തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, ആകാശ പൊന്നായി നിലകളിലായത്തിൽ തൊട്ടേ വരാം, ആകാശ പൊന്നായി നിലകളിലായത്തിൽ തൊട്ടേ വരാം, തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, ലാ 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 ലാ. പാട്ട് പാടാനൊന്നും അറിയില്ല, എന്നാലും വെറുതെ മൂളിതാട്ടാ. തെറ്റുകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കണേ. ഇഷ്ടമായി ഒന്ന് കമന്റ് അടിക്കണേ, ഒന്ന് ലൈക്ക് തരണേ. ഇന്ന് മഴ കുറച്ച് കുറവായിരുന്നു, എന്നാലും ഇപ്പൊ വൈകുന്നേരം ആയപ്പോഴേക്കും കാറ് വെച്ച് വരണുണ്ട്. അപ്പൊ നമ്മുടെ പഴംപൊരി അവിടെ കിടന്ന് ചെയ്യാണ്ട് വേവട്ടെ. വെന്ത് കഴിയുമ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് മറിച്ചിടാം കേട്ടാ. അപ്പൊ നമുക്ക് ഇനി അപ്പുറത്തേക്ക് ഒന്ന് മറിച്ചു കൊടുക്കാം. പഴംപൊരിനെ കേട്ടാ, പാത്രം എടുത്ത് മറിക്കരുത് കേട്ടാ, പഴംപൊരി മറിച്ചു കൊടുക്കാം. ഓരോന്നോരോന്ന് നെയ്യ് തെറിക്കാണ്ട് സൂക്ഷിക്കണം കേട്ടാ. നെയ്യ് തെറിച്ചാൽ നല്ല സുഖം കിട്ടും, പൊള്ളും. നമ്മളൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ കിടന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ കോരി പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അവിടെ കിടന്ന് വേവട്ടെ കേട്ടാ. അപ്പം നമ്മുടെ ഇപ്പുറത്തെ സൈഡൊന്നും മുരിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് കോരി പാത്രത്തിലേക്ക് മാറ്റാം. ഓരോന്ന് കോരി പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ നെയ്യിൽ വറുത്തെടുത്ത പഴംപൊരി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് കമന്റ് ഇടണേ. അപ്പോൾ നമ്മുടെ നെയ്യിൽ വറുത്തെടുത്ത പഴംപൊരി സൂപ്പർ. എല്ലാവരും ഒന്ന് റെസിപ്പി പരീക്ഷിച്ച് നോക്കണേ, എന്നിട്ട് കമന്റ് അറിയിക്കണേ.
അപ്പം നമ്മുടെ നെയ്യിൽ വറുത്തെടുത്ത പഴംപൊരി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്താലോ? ടേസ്റ്റ് ചെയ്യാട്ടോ. ചൂടുണ്ട്. ചൂടോട് കൂടി എണ്ണാക്കിലേക്ക് ഇടരുത്, അണ്ണാക്ക് പൊള്ളിത്താ പിടിയാവും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. നെയ്യുടെ ഫ്ലേവറൊക്കെ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം. നല്ല ചൂടാ. അപ്പം നമ്മുടെ പഴംപൊരി നല്ല ടേസ്റ്റ് ഉണ്ട്. നെയ്യിൽ വറുത്തെടുത്ത പഴംപൊരി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഈ റെസിപ്പി പരീക്ഷിച്ച് നോക്കിയിട്ട് കമന്റ് അറിയിക്കാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.